മണിപ്പൂരിലെ ബി.ജെ.പിക്ക് ഇനി അധിക നാൾ വാഴാൻ കഴിയില്ല. ജനങ്ങൾ ഒന്നാകെ ബി.ജെ.പിക്കും മോദിക്കുമെതിരെ തിരിയുമ്പോൾ അധികാര കസേര വൈകാതെ തന്നെ തെറിക്കുമെന്നത് ഉറപ്പാണ്. മോദിയും ബി.ജെ.പിയും കണ്ണടച്ചു നടത്തുന്ന വർഗീയ നയങ്ങൾ ഇനി വിനയാകുന്നത് ലോക്സഭാ ഇലക്ഷനോടെയാണ്. ഈസ്റ്റർ ലോകമൊന്നാകെ പൊതു അവധിയായി കണക്കാക്കപ്പെടുന്ന ഞായർ ദിവസം. എന്നാൽ മണിപ്പൂരിൽ വർഗീയ തലവന്മാർ അവിടുത്തെ ഔദ്യോഗിക അവധി പിൻവലിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, രാജ്യത്തെ നാണം കെടുത്തുന്ന ഭരണരീതിയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഏറ്റവും കൂടുതൽ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സ്ത്രീകളെ ഉൾപ്പെടെ നഗ്നരാക്കി നടത്തി കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ പീഡനത്തിന് ഇരയാക്കിയ നാട്. അത്രയേറെ വിശേഷിപ്പിക്കാനുണ്ട് ആ ഒരു സംസ്ഥാനത്തെ പറ്റിയും അവിടുത്തെ ഭരണ മികവിനെ പറ്റിയും. നിങ്ങളൊന്ന് നോക്കൂ, ബി.ജെ.പി എല്ലാ ന്യൂനപക്ഷ മതസ്ഥരെയും ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നത് പച്ച കള്ളത്തരമാണ്. മോദി അമിത്ഷായും ന്യൂനപക്ഷം മാത്രമല്ല ക്രൈസ്തവരെയും ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നത് വെറും കള്ളം മാത്രമല്ല, വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുതലെടുപ്പ് കൂടിയാണ്. മാത്രമല്ല, അവരെ ഒരു കാരണവശാലും തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഷായ് മോദിയൊക്കെ വിളിച്ചുകൊണ്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണിപ്പൂരിൽ വീണ്ടും വീണ്ടും നടക്കുന്നത് എന്നാണ് ആൾക്കാർ ഉറ്റുനോക്കുന്നത്. എന്തായാലും മണിപ്പൂരിൽ ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി സംബന്ധിച്ച സംസ്ഥാന സർക്കാരാണ് ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായതിനാൽ ഈസ്റ്റർ ദിനം പ്രവർത്തിക്കണമെന്നാണ് ആ ഒരു ഉത്തരവിൽ പറയുന്നത്. മാർച്ച് 31-നാണ് ഈസ്റ്റർ. ഇനി മാർച്ച് 30 ശനി, മാർച്ച് 31 ഞായർ എന്നീ ദിനങ്ങളാണ് പ്രവർത്തന ദിനമാക്കി ഉത്തരവിറക്കിയിട്ടുള്ളത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച എന്ന് പറയുന്നത് പൊതു അവധി തന്നെയാണ്. എന്നാൽ ഈസ്റ്റർ കൂടി ആയതിനാൽ ഇവർ ഒരു വർഗീയ രീതിയിലാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത് എന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഇനി അവധി പിൻവലിച്ചാൽ മണിപ്പൂർ മാത്രം ഇങ്ങനെ ചെയ്തത് എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മണിപ്പൂർ സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ ഉൾപ്പെടെയുള്ള മണിപ്പൂരിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഈസ്റ്ററിൽ പ്രവർത്തിക്കണം എന്നാണ് ഉത്തരവിലുള്ളത്. അതായത് 2023 മുതൽ 2024 സാമ്പത്തിക വർഷത്തിലെ അവസാന ദിനമായതിനാൽ ഓഫീസ് ജോലികൾ തടസ്സപ്പെടാതിരിക്കാനാണ് അവധിയെന്നും ഉത്തരവിലുണ്ട്. എന്നാൽ മണിപ്പൂരിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനമാണ് ഈസ്റ്റർ. ഈശോയുടെ ത്യാഗം മുതൽ പുനരുദ്ധാനം വരെ ക്രൈസ്തവ വിശ്വാസികൾ ആചരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദിനം. ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ഈ ഒരു 2 ദിവസം. കുരിശിലേറപ്പെട്ട യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കുന്ന ഈസ്റ്റർ ദിനത്തിലെ അവധി പിൻവലിച്ചതിനെതിരെ പ്രതിഷേധവുമായി കുക്കി സംഘടനകൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ ചെങ്കോട്ടയായ മണിപ്പൂർ അങ്ങനെ തന്നെ കാണിക്കും. കാരണം അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പള്ളികൾ കത്തിച്ചപ്പോൾ പോലും മിണ്ടാതിരുന്ന മോദിയും ഷായുമെല്ലാം നമുക്ക് കണ്ടതാണ്. കലാപത്തിന്റെ പേരിൽ നിരവധി ക്രിസ്ത്യൻ പള്ളികളും സ്ഥാപനങ്ങളും തകർക്കപ്പെട്ട സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ. ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിലെ അവധി പിൻവലിക്കുക കൂടി ചെയ്ത് മണിപ്പൂർ സർക്കാരിനെതിരെയുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പ്രതിഷേധം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ജനങ്ങൾ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിഫലിപ്പിക്കുമെന്നതിൽ സംശയമില്ല. കാരണം അത്രത്തോളമാണ് ബി.ജെ.പി സർക്കാർ അവിടെയുള്ള ക്രൈസ്തവ ജനങ്ങളോട് കാണിച്ചു കൂട്ടുന്നത്. കത്തോലിക്ക സഭയുൾപ്പെടെ മോദിക്കെതിരെ രംഗത്തെത്തിയ അവസരമുണ്ടായിരുന്നു. അതായത് 3 ക്രിസ്ത്യൻ പള്ളികൾ മണിപ്പൂരിൽ നിന്ന് പൊളിച്ചു മാറ്റിയതിനെ തുടർന്ന്. അന്നും ഈ മോദിയും അമിത്ഷായും ഒന്നും ഈ ഒരു പള്ളികൾ പൊളിച്ചു മാറ്റിയതിനോ അല്ലെങ്കിൽ ആ പൊളിച്ചു മാറ്റിയവരെ കുറിച്ചോ അപലപിക്കാനോ ഒന്നും തുറന്നു പറയാൻ വന്നിട്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവർക്കെതിരെയുള്ള വീണ്ടുമുള്ള ഉന്മൂലനം ബി.ജെ.പിക്ക് തീർച്ചും ഒരു തിരിച്ചടിയായി മാറുമെന്നതിൽ സംശയമില്ല. കാരണം മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ ഒരു ചെങ്കോട്ട തന്നെയാണ് മണിപ്പൂര്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ക്രൈസ്തവ പള്ളികൾ പൊളിച്ചു മാറ്റുന്നത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും മറ്റു മതത്തിന്റെയും ജാതിയുടെ പേരിലുള്ള പ്രതിഷേധങ്ങൾക്കും ഈ ഒരു ബി.ജെ.പി സർക്കാർ വഴിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ ഇലക്ഷന് തീർച്ചയായിട്ടും ഈ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് മോദിയും ഷായും ഒക്കെ മതന്യൂനപക്ഷരെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നത് കള്ളത്തരം തന്നെയാണ്. എന്തായാലും ലോക്സഭാ ഇലക്ഷന് മതന്യൂനപക്ഷങ്ങള് എല്ലാവരും മോദിക്കെതിരാകുമെന്നതിൽ സംശയമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ മണിപ്പൂരിലെ ബി.ജെ.പി കസേര തെറിക്കാനും ഇതൊരു വഴിയൊരുക്കുമെന്നതിലും സംശയമില്ല. എന്തായാലും ലോക്സഭയോടനുബന്ധിച്ച് അറിയാം മോദിയുടെ കസേര തെറിക്കുമോ ഇല്ലയോ എന്നുള്ളത്.